സോ ഹലോ കേസ് നമ്മൾ വന്നിരിക്കുന്നത് ഇന്ത്യൻ ബൈക്ക് ട്രെയിൻ 3Dയിലത്തെ സെക്കൻഡ് പാർട്ടായി, തേർഡോ സെക്കൻഡോ പാർട്ടായി. ഇത് നമ്മൾ 4 പാർട്ട് ചെയ്യുന്നുള്ളൂ കേട്ടോ. നമുക്ക് ഒരു തിഫ്റ്റ് വാറയ്ക്ക് കിടക്കണം. നമ്മളിനി ഇത് കുറച്ചും കൂടി ഹൈപ്പ് കൂടിയിട്ടാണ് ഇനിയിപ്പോൾ നമ്മൾ വീഡിയോ ഇടുന്നുള്ളൂ. അതാണ് സംഭവം. കണ്ടൻസൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് സബ്ബൊക്കെ ചെയ്യണം കേട്ടോ. സോ നമ്മൾ ക്യാപ്പൊക്കെ ഇട്ട് സെറ്റാണ്. സോ നമുക്ക് ജസ്റ്റ് നമ്മളെ നമ്മുടെ ബോസ് വിളിച്ചിട്ടുണ്ടായിരുന്നു ഗേൾസ്. എന്നിട്ട് നമ്മുടെ സാപ്പ് ബോസ് പറഞ്ഞു നമ്മളുടെ അടുത്ത് ഇത് ചെയ്യാൻ, എന്തായിരുന്നു, ആ പെട്രോൾ പമ്പ് കത്തിക്കാൻ. കാരണം പുള്ളി ആ പെട്രോൾ പമ്പ് പോയപ്പോൾ പുള്ളി അവമാനിച്ചു. അതിനാണ് പകരം വീട്ടാൻ. സോ നമ്മുടെ ഡിഫൻഡർ എടുത്ത് കേസ് നേരെ പോകാൻ കേട്ടോ. ഡോർ തുറന്നു, അളങ്ങി എവനെ കൊള്ളുന്നുണ്ട്, വിഷയപ്പെട്ടില്ല. നമുക്ക് നേരെ പോവാം. പോലീസൊന്നും അതിനൊക്കെ തീർത്തൊന്നും അതുകൊണ്ട് പിന്നെ നോക്കണ്ട. പോലീസെന്നാൽ കൊന്നുകളെ, അത്രയല്ലോ നമ്മുടെ സീനാണ്. അത്രയല്ലോ ഒറ്റ മൈൻഡ്. ഔഡിയുടെ ഇട്ടിച്ചിട്ട് കേസ് കണ്ട പാർട്സാണ് മോനെ. സൂപ്പർ ഡ്രൈവിങ് കേട്ടാ. വണ്ട പാർട്ടായിട്ടുള്ള ഇപ്പോൾ. സോ നമുക്ക് നേരെ പോവാം. വണ്ടി കട ബ്രേക്കായി പോകുന്നുണ്ട്. അതൊന്നും നോക്കണ്ട, നമുക്ക് നേരെ പെട്രോൾ പമ്പ് വെച്ച് പിടി, കത്തിപ്പിടി. പെട്രോൾ പമ്പിക്ക് തന്നെ വിടാം. ഷോർട്ട് കട്ട്സൊക്കെ വിടുന്നുണ്ട് കേട്ടോ. നമ്മൾ അവിടെ ഇവിടെയൊക്കെ അങ്ങനെ ചുറ്റിക്കറങ്ങും. നമ്മുടെ വണ്ടിയൊക്കെ അത്യാവശ്യം സ്ലോ ആണ്. നോക്കണ്ട, പെട്രോൾ പമ്പിക്ക് തന്നെ വെച്ച് പിടിക്കുകയാണ് നമ്മൾ. പെട്രോൾ പമ്പിക്ക് ബ്രേക്ക് പിടിക്കാൻ. 3, 2, 1 ബ്രേക്ക്. നമുക്കിറങ്ങാം. വണ്ടിയിൽ നിന്ന് ഇറങ്ങി. ഓക്കെ, നമുക്കത് അവനെ പോയിട്ട് ഒടുക്കത്തെ ഗ്ലിച്ച് കേട്ടാ. നമുക്ക് ഗ്ലിച്ചില്ല, ഹാങ് അവനെ പോയിട്ട് അടിയാം. നീ അവിടെ നീ നിൽക്കില്ലേ? നീ എന്തോടോ നീ എന്തോ തൊല്ലുവാണോ? നീ തൊല്ലു പോടോ. നീ കൂടയിൽ കളിക്കേണ്ടട്ടാ. ചെപ്പക്കുട്ടിയുടെ ഒന്നും ഇരിഞ്ഞാൽ വലുതായിട്ടൊന്നും സംസാരിക്കണ്ടോട്ടെ. ചെക്കന് ഫുഡ് പറയാൻ പറ്റിയില്ല ഗൈസ്, ചത്തുപോയി പാവം ഗൈസ്. സോ നമുക്കെന്തായാലും പോലീസിനെ വിളിപ്പിക്കണം. കാരണം അവരുടെ മുന്നിൽ തന്നെ മിഷ്യൻ കണ്ണെടുക്കുകയാണ്. അവൻ്റെ ചെപ്പക്കുട്ടിയുടെ കൊടുക്കണം ഗൈസ്. പോലീസിൻ്റെ വണ്ടിയേ സൂപ്പർ സാധനം കേട്ടാ, ഇഷ്ടപ്പെട്ടു. പൊട്ടിച്ച് കത്തിക്കുകയാണ് നമ്മളിപ്പോൾ. അത്രേ ഉള്ളൂ, സെറ്റാണ്. സോ നമ്മുടെ വീഡിയോ 20 മിനിറ്റൊക്കെ ഉള്ളൂ തോന്നുന്നു. 20 സെക്കൻഡ് എന്നണ്ട. അടുത്തവൻ കത്തിയില്ല. നമ്മുടെ കയ്യിൽ RPG ഉണ്ടാവണം. RPG ഉണ്ടാവണം. നമുക്ക് RPG കുറച്ചിട്ട് എടുക്കാം. അങ്ങനെ ഒട്ട ശരിയാകും. നമുക്ക് RPG എടുക്കാം കേട്ടോ. എന്നിട്ട് അവൻ്റെ അന്നക്കിട്ട് പൊട്ടിക്കാം. വളരെ ഗ്യാസ് ഓയിൽ എല്ലാം കത്തട്ടെ. നമുക്ക് അടുത്തവൻ ഹാങ്ങാവുണ്ട് കേട്ടാ. അടുത്തവൻ ചത്തു. ഇവിടെ വണ്ടി പറന്നു പോകണടാ. കത്താന് സീന് ഏതാനിടത്. പറന്നാലും ഇവൻ ജീവിക്കും, അതാണ് അവൻ്റെ. അടുത്തവൻ കത്തം. വണ്ടി നമ്മൾ അവിടെ ചൂട്ടിച്ച് അടുത്ത കൂടെ പോയിട്ട്. ഹെൽത്ത് ഇഷ്യൂ ഒന്നും ഇടയ്ക്കുണ്ട്, ഇടയ്ക്കേ ഉള്ളൂ. ഇത് ചെയ്തടാ അതിൻ്റെ ഇടയ്ക്ക് കിട്ടിയവൻ. എന്തായാലും അവന് ചത്തത് വേറെ വശം. സെറ്റ്. അവ അതിലൊന്നടിക്കുന്നു. അവൻ ഇറങ്ങുമ്പോഴേക്കും അവൻ കഴിയുന്നു. ബട്ട് അവൻ കത്തിയില്ല കേട്ടാ. പുള്ളി പീക്കിരികളാണെന്നേ. ഓട്ടോ പൈസ് ഫുള്ള് ഇതായാലോ. ഹാങ് ഐഫോണ് ഇത് സ്ഥലം. അവനും ചത്തി. ഏതെങ്കിലും അടുത്ത് ഇവിടെ വെച്ച് ചാവും കേട്ടോ നമ്മളത് വേറെ വശം. പക്ഷെ ഇവന്മാരൊക്കെ കൊല്ലണല്ലോ. എടാ ഏത് പട്ടിയാടാ പക്ഷേ നമ്മൾ കൊന്നു കേസ്. ബട്ട് ഡോണ്ട് വെറി, വി വിൽ കിൽ ഹിം ലേറ്റർ വേണ്ട, ഇപ്പം തന്നെ ഞാൻ കിൽ ചെയ്യുക. കമോൺ ഗൈസ്, നമുക്ക് വണ്ടി കയറാം. ഡിഫൻഡറുടെ
RPG ഒക്കെ വെച്ചിട്ട് തന്നെ പോകാം ഗൈസ്. പോലീസ് സ്റ്റേഷനിലേക്ക് വെച്ച് വിടണേ. അവൻ്റെ മറ്റേ പോലീസ് സ്റ്റേഷനാണല്ലോ നമ്മുടെ ഈ സിറ്റിയിലത്തെ പോലീസ് സ്റ്റേഷനിലേക്കാണല്ലോ. വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ വന്നിട്ടുണ്ട്. അവിടെ പോയിട്ട് കയറിയിട്ട് 2 കൊടുക്കാം ഗൈസ്. അവിടെ ഏകപ്പാടെ 10-15 ആൾക്കാരെ ഉണ്ടാവുള്ളൂ. നമുക്കൊന്ന് കയറി ചെന്ന് നോക്കാം. അടിച്ചവനൊക്കെ ഇപ്പം ചാവും. നമുക്കൊരു ഡ്രിഫ്റ്റൊക്കെ അടിച്ച് നോക്കിയിട്ടൊന്ന് മാസ്റ്റർ പീസ് പോലെ ഒന്ന് ഇറങ്ങി നോക്കാം. മാസ്റ്റർ പീസ് പോലെ സിനിമയുണ്ട് ഞാൻ പറഞ്ഞേ, ബട്ട് മാസ്റ്റർ പീസായിട്ട് നമുക്ക് പോകുന്നതാണ്. മുണ്ട്ര നീ വരും. നീ മുണ്ട് തല്ല വരട്ടെ. തല്ലടാ നീ തല്ലി നോക്കടാ. തല്ലടാ നീ തല്ലി മോനെ തല്ല്. അതായത് തല്ല് വാങ്ങിക്കാൻ പോകണമെന്നാണ് നീ. അതെന്താവട്ടെ, ഈ മാങ്ങാണ്ടി എന്തെങ്കിലും ഉണ്ടാതിരിക്കുന്നുണ്ട്. നമുക്കൊന്നിട്ട് ഓടിച്ച് തീർക്കാം. എടാ അവനെ പോലീസ് സ്റ്റേഷൻ്റെ ആളെ ഒരുത്തനേ ഉള്ളൂ. അവനെ കൊന്നിട്ടും പോലീസുകാർ കാര്യം വന്നില്ല. ആ ഡിഫൻഡർ നമുക്ക് കത്തിച്ച് നോക്കാം. ബെസ്റ്റ് ഡിഫൻഡർ കത്തിക്കാൻ നോക്കിയിട്ടും പറ്റിയില്ല. എന്തിത് സാധനം പ്രാന്താവുന്നുണ്ട്. സോ നമുക്ക് ഡിഫൻഡറിൻ്റെ ബാക്ക് പോയിട്ടൊന്ന് കത്തിച്ച് നോക്കാം. എന്നാലും അവനെ നൈസായിട്ട് നമുക്കൊന്ന് തട്ടുക. ഡിഫൻഡറെ ഒന്ന് തട്ടി. നമ്മുടെ ഫ്രാങ്ക്ലിൻ്റെയും സീജയുടെയും മിക്സ്ഡ് വേരിയൻ്റ് കേട്ടോ നമ്മുടെ ക്യാരക്ടർ. ഞാനല്ല ഈ ക്യാരക്ടർ. പോലീസുകാരെ 2 നോട്ട്സ് വേണേ മുട്ടട പോലെ. ഓക്കെ, എന്തായാലും എന്താണ് ഇവന്മാർക്ക് എന്താ ചെവിയില്ലേ, കണ്ണില്ലേ, വായില്ലേ, മൂക്കില്ലേ? അല്ലെങ്കിൽ സൗമാർ അവിടെ തന്നെ കാർ ഇടിച്ചൊക്കെ നിർത്തുകയാണ്. തലതെറിച്ചവന്മാരാണെന്ന് അപ്പോൾ ഉറപ്പാ. മിസൈൽ RPG അത്രയ്ക്ക് ഉന്നം അത്രയ്ക്ക് കൂടുതലില്ല. അതാണ് ഇതിൻ്റെ മെയിൻ ഇഷ്യൂ. കണ്ണമാന സൈഡിലേക്ക് ഫുള്ള് ഓടിക്കുക. പക്ഷേ ഈ മിഷീൻ കണ്ട് അങ്ങനെയില്ല. സോ ഗൈസ് നമ്മളത് അവൻ തട്ടി ഇവനെ അവിടെ തന്നെ വെച്ച് ഓടുക. സോ നമുക്ക് വണ്ടി എടുത്ത് മുങ്ങിയേക്കാം ഗൈസ്. വണ്ടി എടുത്തിട്ട് നമ്മളത് വണ്ടി കയറാണ്. പ്യവർ വരുത്തട്ടെ, വണ്ടി കയറട്ടെ, പ്യവർ വരട്ടെ. അങ്ങനെ നമുക്ക് ഇങ്ങോട്ട് പോവണോ? ഇതിലിപ്പോൾ അങ്ങോട്ട് പോകണ്ട. നമുക്ക് നമ്മുടെ വീട്ടിൻ്റെ ഈ ഒരു ഏരിയയിലായിട്ട് വണ്ടി അങ്ങോട്ട് ഇടിച്ചിട്ടങ്ങോട്ട് നിർത്താം. എൻ്റെ തല്ല തന്നെ പോട്ടെ. കാരണം ഇവന്മാരെ തീർത്ത് നമുക്ക് പോകാൻ പറ്റി. വണ്ടി വരുന്നുണ്ട്. നമ്മൾ സ്ലോ മോഷനാക്കാൻ ഇതൊക്കെ വെച്ചു. സ്ലോ മോഷൻ എടാ ഇവന്മാരൊക്കെ എന്തോ ജാതി ഡ്രിഫ്റ്റാടാ. സോ ഗൈസ് ഇവന്മാരാണെന്നെ അറിയില്ല. ഓക്കെ, നമ്മളത് കത്തിച്ചിട്ടുണ്ട് ഗൈസ് അവന്മാരുടെ വണ്ടി. നമ്മുടെ വണ്ടി എന്താ ഇങ്ങനെ? വെയിറ്റ്, ഇവന്മാരാണ് തീർക്കാം. ഗൈസ് കയറാൻ പറ്റിയില്ല. ഇവിടെ വന്ന് കയറി. അയ്യോ അവനെ അയ്യോ ഗൈസ് പിന്നെയും ചത്ത്. ഇതിപ്പോൾ 2ാമത് വേസ്റ്റ് ആയിട്ട് പോയല്ലോ ഗൈസ്. എന്ത് ചെയ്യും? കൊല്ലണം, തിരിച്ചു കൊല്ലും ഗൈസ്, അത് ഉറപ്പാണ്. ബാക്ക്ഗ്രൗണ്ട് വോയിസ് ചിലപ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ ചാൻസ് ഉണ്ട്. നോക്കണ്ട. ഓക്കെ, 15 FPS നോക്കണം. നമുക്ക് നേരെ കയറിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് നേരെ മിന്നിപ്പിക്കണം. അങ്ങനൊരു കംപ്ലൈൻ്റ് ഉണ്ട്. സോ നമുക്ക് നേരെ എടുത്തിട്ട് നമ്മുടെ അണ്ണനെ കൊണ്ട് വിളിക്കാം. അണ്ണ ഓക്കെ ഗൈസ്, അണ്ണൻ പറഞ്ഞത് വണ്ടി എടുത്തിട്ട് കത്തിക്കാൻ ആണ് പെട്ടെന്ന്. കാരണം ചിലപ്പോൾ അവർ പ്രൊട്ടക്ഷന് അങ്ങനെ വലിയ സംഭവം വെച്ച പണിയൊന്ന് നമ്മളത് എന്തെങ്കിലും കത്തിക്കാൻ പോവാണ്. ഓക്കെ, പെട്രോൾ പമ്പ് കത്തിക്കണമെങ്കിൽ മുന്നേ പോലീസിനെ വിളിക്കണം ഗൈസ്. കാരണം അവർക്ക് എനിക്കിട്ട് കൊടുക്കാമല്ലേ. റിവെഞ്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ ചെയ്യുന്നത്. 1 2 ഞാൻ ഏത് ഗെയിം കളിക്കണമെങ്കിൽ ഹെഡല്ല. കാരണം ഹെഡിക്ക് തന്നെ കിട്ടണമെന്ന് എപ്പോഴും ഇല്ല. ഓക്കെ, ഞാൻ കണ്ടമാൻ്റെ പീരങ്കി എല്ലാ സാധനങ്ങളും എൻ്റെ കയ്യിലുള്ളത് ഞാൻ നോക്കുന്നുണ്ട്. ഓക്കെ, ചത്തു. പൊട്ട് തീർക്കി ചത്തു എന്ന് തോന്നുന്നു. ഓക്കെ, പോലീസ് ഒന്ന്
ഇവരൊക്കെ ഇങ്ങനെ പൊട്ടിച്ച് കളയുമ്പോൾ എൻ്റെ വണ്ടി മറിച്ചിട്ടോ നായ. സൗമാരിൻ്റെ വണ്ടി മറിച്ചിട്ട് ഗൈസ്. നമ്മുടെ വണ്ടി കത്താറായി. ചൊട്ട എൻ്റെ ഒക്കെ ഇടയ്ക്ക്. ഇവന്മാർക്ക് ലൈഫ് എവിടുന്നാണ് അത്രയ്ക്ക്. അതൊന്ന് സ്റ്റക്കായിപ്പോയി. നമുക്ക് അങ്ങോട്ട് നോക്കാം. ഓക്കെ, ഇവിടുന്ന് ഒരുത്തൻ വന്നു ചാടി, അവൻ ചത്തു. ഓക്കെ, അവിടുന്ന് ഒരുത്തനും കൂടി വരുന്നുണ്ട്, അപ്പുറത്തുനിന്നും വരുന്നുണ്ട്. സോ അവിടെ സ്റ്റക്കായി. ഇവിടെ വെച്ച് പൊട്ടിത്തെറിച്ചു ചത്ത. ഏതൊരുത്തം മതി. ഇവനാണില്ലേ. അവന് നമ്മൾ പൂസാക്കിയിട്ടുണ്ട്. കണ്ടില്ല, ഇവന് ഇവിടെ കിടക്കുന്നില്ല. അയ്യോ ഗൈസ്, അറിയാതെ അടുത്ത് വെച്ച് പൊട്ടി. കുറേ ഹെൽത്ത് പോയിട്ടുണ്ട് കേട്ടാ. നമുക്ക് കവർ കവർ എടുത്തിട്ടേ അടിക്കാം ഗൈസ്. അയ്യോ വണ്ടി പോയി. നമുക്ക് ഇവിടെ ഒരു ബോംബ് അടിച്ച് നോക്കാം. ടെസ്റ്റിംഗ് ഒന്നുമില്ല കേട്ടാ. ബോംബ് പെട്ടുണ്ട്. വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടാ. സോ നമുക്ക് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് ഇറങ്ങണം. എന്തായാലും ഇപ്പോൾ വാണ്ടഡ് പോയി. ഒരുത്തിനും വെടിയൊന്നും ഇപ്പോൾ വെച്ചാൽ കിട്ടില്ല. അവൻ പോയി. ഏത് പൊട്ടിയാടാ അതേതാ? അവനെ നമുക്ക് ഒടിച്ച് കേൾക്കാൻ പറ്റുമോ? പൊട്ടിച്ച് കിട്ടും. കിട്ടി. അവിടെ വാണ്ടിട്ട് വന്നില്ല. ഇപ്പം എന്തായാലും നമ്മുടെ ബോസ് പറഞ്ഞ പോലെ നമുക്ക് നേരെ പോവാം. നമ്മുടെ പെട്രോൾ പമ്പ് കത്തിക്കാൻ. വണ്ടി നിർത്ത്. വണ്ടിയിൽ നിർത്തടാ. വണ്ടി നിർത്ത്. അവൻ ടോണി സ്റ്റാർക്കിൻ്റെ പോലെ വിളിച്ചു കേട്ടാ. അവൻ്റെ കൊന്നുണ്ട്. അവനെ നമുക്ക് വിളിക്കാം. ബ്ലൂ കളർ ബുക്കട്ടി കാരണം വേറെ ഒന്നും തോന്നുന്നു. വണ്ടി നിർത്തടാ. വണ്ടി നിർത്തി. വണ്ടി എടുത്തോ. വണ്ടി എടുത്തോടെ. വലിയ കളി കളിക്കണ്ട കേട്ടാ. ഇറങ്ങിപ്പോടാ വണ്ടി. അല്ല പിന്നെ സ്റ്റോൺ നേരെ കേട്ടാ ചെക്കൻ. അവിടെ നിന്ന് ഇങ്ങനെ കുശുകുശുപ്പ്. ചെക്കൻ ഭ്രാന്ത് പിടിക്കുന്നു. അതായത് നമുക്കതേ വണ്ടി എടുത്തിട്ടുണ്ട്. ഓക്കെ, പവർ കൂടി പോട്ടെ. ബൈക്കുകാരനൊക്കെ ഇടിച്ചപ്പുറത്ത് കാട്ടി കളയുന്നുണ്ട് കേട്ടോ. വണ്ടിയുടെ ബിൽഡ് ക്വാളിറ്റി എന്ന് വെച്ചാൽ പാർട്സ് ആയി സാധനങ്ങൾ പോയാലും ബിൽഡ് ക്വാളിറ്റിക്ക് ഒരു വിഷയമില്ല. ലൈറ്റൊക്കെ എപ്പോഴും സ്റ്റിൽ വർക്കിംഗ് ആടാ. അതാണ് സാധനം. എന്തായാലും നമുക്ക് സാധനം അങ്ങോട്ട് കിട്ടിയതല്ല, അത്ര മതി. ഇനി നമുക്ക് നേരെ നമ്മുടെ വണ്ടി എടുത്ത് പറപ്പിച്ച് അങ്ങോട്ട് വിടാം. പോലീസ് സ്റ്റേഷനല്ല, പെട്രോൾ പമ്പിക്ക്. നമ്മുടെ മറ്റേ ലെജൻഡ്ര ടൊയോട്ട ഇതൊക്കെ പോയിട്ടുണ്ട് കേട്ടാ. പോകുന്നുണ്ട്. നമ്മൾ പീസ് സെറ്റാക്കിയിട്ടാണ് ഗൈസ് പോയത്. നമ്മൾ സെറ്റായിട്ട് നിർത്തിയിട്ടൊക്കെ ഉണ്ട് ഗൈസ്. നോക്കണ്ട, എന്താണ് എല്ലാവർക്കും ഉണ്ടാവും ഓഫീസിൽ. സോ ഇനി നമുക്ക് വണ്ടിക്ക് ടെസ്റ്റിംഗ് 5-6 മടിക്കുന്നു. പെട്രോൾ പമ്പിക്ക് നമ്മളത് അടിച്ചു പൊട്ട്. കത്തിപ്പിടിച്ചു, പൊട്ടിത്തെറിച്ചു. പിന്നെയും കത്തുന്നുണ്ട്. ബാക്കിയില്ല പെട്രോളും കൊണ്ട്. അതുപോലെ നമുക്ക് ഈ 4 എണ്ണവും പൊട്ടിക്കണം. ഓക്കെ, അത് കത്തിപ്പിച്ചു. കത്തി പൊട്ടി. നമ്മുടെ മിഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇനി നമ്മുടെ ഒരു പുള്ളിയെ നമുക്ക് കാണണം. എന്നാലാണ് വലുതും ബാക്കി നടക്കുള്ളൂ. നമുക്ക് മച്ചാനെ കാണണം. എന്തായാലും നമുക്ക് നേരെ വണ്ടി എടുത്തിട്ട് നമ്മുടെ ബോസിനെ കാണാൻ പോകും. ഞാൻ മച്ചാൻ എന്നൊക്കെ പറഞ്ഞു ഗൈസ്. അവനെയും കൂടെ ഒന്ന് തീർക്കണം. ഓക്കെ, തീർത്തു. അവിടെ നിന്ന് ഒരു ഫോർഡ് എൻഡോറും കൂടി വരുന്നുണ്ട്. സ്നൈപ്പർ റൈഫിൾ അടുത്ത് ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് നോക്കുന്നു. ഓക്കെ, ഗ്ലാസ് ഓടിച്ചിട്ടുണ്ട്. ഇനി ഈസിയായിട്ട് പോയിക്കോളും അവൻ ഹെവനിലേക്ക്. ഓക്കെ, ചെക്കൻ ചത്തു ഗൈസ്. ചെക്കൻ ചത്തും കേട്ടാ. ചത്തു. സ്ലിപ്പായി പോണേ. എന്ത് ചെയ്യാൻ? മറ്റവൻ ഇവൻ അടിച്ചവൻ്റെ കണ്ണളയും ഗൈസ്. മിസ് ഷോട്ട്. ബട്ട് ഡോണ്ട് വെറി, അവൻ ചത്തു. ഹീസ് ഓൾറെഡി ഡെഡ് ഗൈസ്. അവൻ കുറച്ച് ഒഴുകിപ്പോയി. അത് കത്തിയോ? ഇല്ലാണ്ട് കുഴപ്പമില്ല. സോ നമുക്ക് നേരെ ഇനി ഇവരെല്ലാത്തിനെയും ഒരുത്തനെ
2 3 4 ഇതുപോലത്തെ ചൊട്ടകളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ വണ്ടി എടുത്തിട്ട് എൻഡോർക്ക് അങ്ങോട്ട് ഇടിച്ച് കയറ്റാം. എൻഡോവർ നമ്മുടെ വണ്ടി നോക്കിയാടാ, സെറ്റ് മാസമായിട്ടൊക്കെയാണ്. സോ നമുക്ക് എൻഡോവർ ബ്രേക്ക് കിട്ടില്ല. റിവേഴ്സ് ബ്രേക്കാണ് അത്യാവശ്യം ഇത്തിരി പവർഫുള്ള്. നമുക്ക് എൻഡോറിൻ്റെ ഫ്രണ്ടിൽ തന്നെ കൊണ്ടുപോയി നിർത്താം കേട്ടോ. കാരണം ചാടിപ്പോയി വെറി നമ്മൾ കൊല്ലും, അത്രേ ഉള്ളൂ. നമ്മൾ കൊല്ലും പറഞ്ഞാൽ അവൻ്റെ പണി കഴിയും. പൊട്ട ക്നാപ്പ ഇറങ്ങടാ പുറത്തുനിന്ന്. ക്നാപ്പിൽ പൊട്ടും കണ്ട, ഇത് പൊട്ടും സാധനം. നിൻ്റെ വായിക്കിട്ട് ഞാൻ തരട്ടെ, ഇതും പൊട്ടും. കളിത്തോക്കൊന്നുമല്ല കണ്ട ക്നാപ്പ. അവനും പറയടാ പോടോ. അയ്യോ ഒന്നും കൊള്ളല്ലോ, നീ പോടാ പൊട്ട. മരച്ചൊട്ടേനെ ഷൊട്ടായിപ്പോയി. എന്ത് ചെയ്യാനാ? നമുക്ക് നമ്മുടെ വണ്ടി എടുത്തിട്ട് നേരെ നമ്മുടെ ബോസിനെ കാണാൻ പോകാം. സോ നമ്മുടെ ബോസ് വന്നിട്ട് നമ്മുടെ കാർ ഷോറൂമിൻ്റെ ഫ്രണ്ടിലായിട്ട് വരുന്നൊരു ഏരിയയിലാണ് കേട്ടോ പുള്ളി. അങ്ങോട്ട് തന്നെ പോകണം. നമ്മുടെ എൻഡോർ സെറ്റാണ്, നമ്മുടെ അല്ല, ആ ഷൊട്ടയുടെ വണ്ടിയാണ്. ഷൊട്ടപ്പൊട്ടനാണ് അവൻ്റെ വണ്ടിയാണ് കേസ്. നമ്മളെടുത്തു, നമ്മുടെയാണ് കേസിങ്ങത്, നമ്മളാണ്. സോ നമുക്ക് 3 കോടി തരാൻ പറഞ്ഞിട്ടുണ്ട് കേസ്. നമ്മുടെ ബോസ് 3 കോടിയാണ് നമുക്ക് ഓഫർ ചെയ്തത് ഈ പെട്രോൾ പമ്പ് കത്തിക്കാൻ. കാരണം ബോസ് ഇന്നലെ പറഞ്ഞല്ലോ, ബോസ് പോയപ്പോൾ പറഞ്ഞിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കും. ചിലപ്പോൾ 2 റെക്കോർഡ് ചെയ്തുകൊണ്ട് കേസ് ഇതായില്ല. എന്തായാലും ബോസ് പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ അവർ ബോസിനെ ഇതൊക്കെ ആക്കി ബോസിൻ്റെ 2 കാർക്ക് കത്തിച്ചു കേട്ടോ. അതുകൊണ്ടാണ് ബോസ് പ്രതികാരം വിട്ടുന്നത്. സോ ഇതാ നമ്മുടെ ഷോറൂം ഇവിടെ നിന്ന് കുഞ്ഞതായിട്ട് കാണുന്നുണ്ട്. ഇവിടെ നിന്ന് സ്ട്രെയിറ്റ് വണ്ടിയൊക്കെ തല്ലി പൊളി കഴിഞ്ഞു കേസ്. ഇനി ഇത്തിരി പാർട്സ് പൊട്ടാളൂ എന്നാ തോന്നുന്നത്. ഒരൊറ്റ പാർട്ടേ ഇനി പൊട്ടാളൂ. ഒരൊറ്റ പാർട്ടേ കേസിന് പൊട്ടാളൂ. 2 പാർട്ട്, 2 പാർട്സ് കേസ് പൊട്ടാളൂ. എന്തായാലും നമ്മുടെ എൻഡോർ നമ്മൾ നല്ല സൂപ്പറായിട്ട് തന്നെ തിരിച്ചെടുത്ത് മടക്കി കുത്തിയിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബോസിനെ കണ്ടിട്ട് വരാം, പൈസ ഒക്കെ വാങ്ങിച്ചിട്ട് കേസ്. എന്തായാലും ഞാൻ ബോസിനെ കണ്ടിട്ട് കേസ്. നമ്മുടെ ബോസിക്ക് 3 കോടി തന്നെ തന്നു കേട്ടാ. സോ നമുക്ക് നേരെ നമ്മുടെ വണ്ടി എടുക്കണം. അതുകൊണ്ട് ലൈക്കും സബ്ബൊക്കെ ചെയ്യണം കേട്ടോ എല്ലാവരും. കാരണം നിങ്ങളുടെ സബ്ബും ലൈക്കൊക്കെയാണ് നമുക്ക് കൂടുതൽ ആവശ്യമുള്ളത് ഗൈസ്. അതുകൊണ്ട് സബ്സ്ക്രൈബ് ആൻഡ് ഫോളോ ഗൈസ്. അപ്പോൾ നമ്മുടെ ബോസ് പറഞ്ഞത് നമ്മളുടെ ഈ വണ്ടിയിൽ ഇനി പോയാൽ ചിലപ്പോൾ സീനാവും, അതുകൊണ്ട് നീ ഒരു കാർ തരാമെന്നും പറഞ്ഞിട്ട് ഈ ഒരു കാർ വന്നിട്ടുണ്ട് ഗൈസ്. ഇത് G-Class ആണ്, മെഴ്സിഡീസ് G-Class, G-Wagon എല്ലാം പറയും. സോ ഇതാണ് വണ്ടി, സൂപ്പർ കാറാട്ടാ. ഇതുകൊണ്ട് നമുക്ക് നേരെ വീട്ടിൽ പോവാം. കാരണം ഇത് നമ്മുടെ ബോസിൻ്റെ വണ്ടിയാണെന്ന് പറയാൻ പറ്റില്ല. കാരണം അത് അത്യാവശ്യം പ്രൂഫിംഗ് ഒക്കെ ഉള്ള വണ്ടിയാണ്. നമ്മൾ വണ്ടി ഏതായപ്പോൾ വന്ന വണ്ടി പോലത്തെ ഫോർഡ് എൻഡോവർ അത് നോക്കണ്ട. എന്തായാലും ഈ വണ്ടി സെറ്റാണ് കേട്ടാ, പവറാണ്. കാരണം നല്ല പൈസ ഉണ്ടോ ഇതിന്, മണി. സോ നമുക്ക് ഇതുകൊണ്ട് നേരെ നമ്മുടെ വീട്ടിലേക്ക് പോകാം ഗൈസ്. നമ്മുടെ വീട് ഏകദേശം അടുത്താണ്. നമ്മളത് ഏതോ ഒരാളെ അടിച്ചൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മൾ ഡോർ അടയ്ക്കുന്നുണ്ട് കേട്ടോ. 1 2 അടഞ്ഞോ വല്ലതും, അടഞ്ഞാലും അടഞ്ഞില്ലെങ്കിൽ നമ്മുടെ ബോസിൻ്റെ വണ്ടിയാണ്. നമ്മുടെ ബോസല്ലേ, പുള്ളിക്ക് വണ്ടിയൊന്നും വിഷയമില്ല. പുള്ളി ഒരു വണ്ടി പൊട്ടിയാൽ 1000 വാങ്ങിക്കും, അതാണ് പുള്ളി കേസ്. ഓക്കേ, ഈ വണ്ടി ഞാൻ ഇപ്പോൾ പുള്ളി ചോദിച്ചു കേസ് എൻ്റെ അടുത്ത്, എനിക്ക് ഈ വണ്ടി സ്വന്തമായിട്ട് വേണോ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു കേസ് വേണ്ടാന്ന്. കാരണം ഈ വണ്ടി നമ്മുടെ ഇല്ല, അതാണ് വിഷയം. അതാണ് പുള്ളി വേറൊരു വണ്ടിയൊക്കെ തരാട്ടോ എന്ന് പറഞ്ഞിട്ടാണ്, എന്നിട്ട് വണ്ടി വേറെ തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേസ്. എന്തായാലും നമുക്കിപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് കയറിയിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ ജിമ്മൊക്കെ ഉണ്ട്, ചിലവർ കണ്ടിട്ടൊക്കെ ഉണ്ടാവും ജിമ്മ്. അവിടേക്ക് ഇപ്പോഴും അറിയില്ല കേസ്. ഇത് എവിടെ ഓടുന്ന സാധനം എവിടെ
എൻ്റെ പേര് ഞാൻ ഗൈസ്, അതാണ് പേര് മറന്നു ഗൈസ്. കമൻറ്റ് ബിലോ എന്താണ് ആ സാധനത്തിൻ്റെ പേര്? റണ്ണറോ അങ്ങനെ എന്തായാലും പേര്, അതാ പേര് സാമാനം. റണ്ണൊക്കെ ചെയ്യുന്ന ഈ സാധനം ഗൈസ്, ട്രെഡ്മില്ല് അതാണ് തോന്നുന്നു, അറിയുന്നില്ല. നമുക്ക് ഇതിലങ്ങോട്ട് കിടന്ന് 5-6 ഓട്ടൊക്കെ ഓടി നമുക്ക് ജിമ്മാക്കണം, നമ്മൾ മസിലിനെ സെറ്റാക്കണം. സോ നമ്മുടെ വീഡിയോ അത്രയുള്ളൂ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ടാണ്. ബൈ ബൈ ഗൈസ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ബൈ.